നമ്മുടെ കാസിമിക്കാട് ഒരു വെടി പാഴായി. രമേശനൊന്നും പറ്റില്ലല്ലോ. അതല്ല, ഓൾ ഒളിച്ചോടി പോയത് രമേശന്റെ കൂടെ അല്ല. ഓളുടെ ശരിക്കുള്ള കാമുകനെ ഞമ്മള് കണ്ട്. കഴിഞ്ഞ അവധിക്ക് വാഹിദനെ കൂട്ടിക്കൊണ്ടുവരാൻ ഞമ്മള് കോളേജ് വന്നപ്പോ അന്റെ ഒരു ചങ്ങാതിനെ നമുക്ക് പരിചയപ്പെടുത്തന്നില്ലേ, ഒരു ആയുർവേദ ഡോക്ടർ. ആ ഡോക്ടർ ആ ട്രെയിനിലുണ്ടായിരുന്നു. ഓനെ കണ്ടതും വാഹിദ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച്, ഓൻ ഞമ്മളെ കണ്ടതും ഓടി വന്ന് നെഞ്ചത്തിനോട്ട് ഒറ്റ ചവിട്ട്. ഞാനല്ലേ ആള്. അപ്പത്തന്നെ തല കറങ്ങി ബോധം പോയി. ബോധം തെളിഞ്ഞപ്പോ ഞമ്മള് മാത്രം പ്ലാറ്റ്ഫോമിൽ ഫ്ലാറ്റ് ആയിട്ട് കിടപ്പുണ്ട്. സത്യോടാൻ പറ, ഞാൻ ഇവരെ എല്ലാരോടും ഒന്ന് പറയട്ടെ. തൽക്കാലം ഇക്കറിഞ്ഞൊന്നും ആരോടും പറയാൻ നിൽക്കണ്ട. പറഞ്ഞ എന്താ കുഴപ്പം? പറഞ്ഞ അവരിക്കനെ കൊല്ലും. എന്നെ കൊല്ലുന്ന എന്തിന്? വാഹിദ പോയത് രമേശേട്ടന്റെ കൂടെയാന്ന് പറഞ്ഞത് ഇസ്മായിൽ ഖാൻ. അതുകൊണ്ടല്ലേ കാസിമാമ രമേശേട്ടനെ വെടിവെച്ചത്. ഇനി പോയത് രമേശേട്ടന്റെ കൂടെ അല്ല എന്നറിഞ്ഞാൽ കാസിമാമയുടെ അടുത്ത വെടി പൊട്ടാൻ പോകുന്നത് ഈ നെഞ്ചത്തായിരിക്കും. ഇനി ഈ സത്യം കുറിപ്പറിഞ്ഞാൽ അയാള് കത്തി കുത്താൻ പോകുന്നത് ഈ നെഞ്ചത്തായിരിക്കും. അപ്പൊ നമ്മൾ ഈ രഹസ്യം എന്ത് ചെയ്യും? തൽക്കാലം ഇസ്മായിൽക്കാടെ കുഴി വെട്ടാൻ നിൽക്കണ്ട. ഈ സത്യം രഹസ്യമായിട്ട് തന്നെ രഹസ്യമായിട്ടിരിക്കട്ടെ. മോനെ, നീയായിട്ട് ഞാൻ ആരോടും പറയല്ലേ. ഞാൻ ശ്രമിക്കാം.